വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നിരവധി ജനക്ഷേമ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കും. ക്ഷേമ പെൻഷനിൽ നേരിയ വർധനവ് വരുത്താനും സാധ്യത. ഇന്ധന സെസ് കുറയ്ക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. കിഫ്ബി പദ്ധതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ പ്രഖ്യാപിച്ചേക്കും. 10 വർഷത്തിന് ശേഷം അധികാരത്തിലേറിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിലെ വിസ്മയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാകുമെന്ന കാത്തിരിപ്പിലാണ് കേരളം. മുൻ സർക്കാർ ഖജനാവ് കാലിയാക്കിയെന്ന വിമർശനത്തിന് പിന്നാലെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വി.ഡി. സതീശന്റെ കയ്യിലെ പോംവഴികൾ എന്തെന്ന് നാളെ അറിയാം. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയാണ് കേരളത്തിന്റെ 79ാമത് ബജറ്റ് അവതരിപ്പിക്കുക. ജനക്ഷേമ പദ്ധതികൾ ആദ്യ ബജറ്റിൽ തന്നെ ഇടം പിടിച്ചേക്കും. ക്ഷേമ പെൻഷനിൽ നേരിയ വർധനവിനും സാധ്യതയുണ്ട്. ഇന്ധന സെസ് കുറയ്ക്കുന്ന കാര്യവും സജീവ പരിഗണനയിലാണ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് തുക വകയിരുത്തും. ഒപ്പം പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രതിമാസം 1000 രൂപയെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ടാകും. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന ധവളപത്രത്തിലെ നിർദ്ദേശം ബജറ്റ് പ്രസംഗത്തിൽ ഇടം പിടിക്കാനിടയില്ല. തുറമുഖങ്ങൾ കണക്ട് ചെയ്തുള്ള തുറമുഖ നഗരം പദ്ധതിയാകും മറ്റൊരു പ്രധാന പ്രഖ്യാപനമെന്നാണ് സൂചന. ആദ്യ ബജറ്റിൽ നികുതി വർധനവ് ഉണ്ടാകാനിടയില്ല. നികുതി ചോർച്ച ഒഴിവാക്കി 86,000 കോടിയിൽ നിന്ന് 1 ലക്ഷം കോടിയായി നികുതി വരുമാനം ഉയർത്തുകയാണ് ലക്ഷ്യം. സ്വകാര്യ പങ്കാളിത്തത്തിൽ വ്യവസായങ്ങളും നിക്ഷേപങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളും വി.ഡി. സതീശന്റെ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. റിപ്പോർട്ടർ, തിരുവനന്തപുരം.